ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എല്ലാവരും ന്യൂസ് കേട്ട് കാണുമല്ലോ. വേടനെതിരെ പുതിയ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഒരു യുവ ഡോക്ടർ അവരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ പരാതിയുടെ പുറത്തു വന്ന പരാതിയുടെ വിവരമനുസരിച്ച് മാധ്യമങ്ങൾ വിടുന്നത് ശരിയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ തമ്മിലൊരു പ്രണയം ഉണ്ടായിരുന്നു, വിവാഹം കഴിക്കും എന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനിടയിൽ ലൈംഗികമായും മറ്റും ബന്ധപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളിലേക്കും കടന്നിട്ടുണ്ടാകാം. പക്ഷേ ഇതിനിടയിൽ ടോക്സിക് റിലേഷനിലേക്ക് അല്ലെങ്കിൽ ടോക്സിക് ആവുന്ന അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി മാറി എന്നുള്ളത് ആ പരാതിയിൽ വേടൻ പറഞ്ഞതായിട്ട് പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. എങ്ങനെയായാലും പീഡനം ആരോപണം ഇപ്പോൾ ഈ നിലവിൽ റാപ്പറിനെതിരെ നമ്മളേവരും ഇഷ്ടപ്പെടുന്ന റാപ്പറിനെതിരെ വന്നിട്ടുണ്ട്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നതല്ല, പക്ഷേ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. അതിനെ ശരിവെക്കാനോ കൊള്ളാനോ തള്ളാനോ ഒന്നും ഞാനിപ്പോൾ മുതിരുന്നില്ല. പക്ഷേ വേടനെ പോലുള്ള ആ റാപ്പർ അത്തരം ഈ സമൂഹത്തിൽ ഇത്രയും ഇൻഫ്ലുവൻസറായിട്ടുള്ള റാപ്പറിൽ നിന്ന് അത്തരം കാര്യങ്ങളുണ്ടായെങ്കിൽ അതിൻ്റെ കാരണം അദ്ദേഹത്തിൽ നിന്നുകൂടി ഒരു വിശദീകരണം കിട്ടാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ പരാതിക്കാരിയെ തള്ളാനോ പരാതിയെ കുറ്റം പറയാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇരുവരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി നടന്ന ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തിൽ സംഭവിച്ച റിലേഷനുകളെ അതിനുശേഷം പിണങ്ങിയതിന് ശേഷം അത് പീഡനമായി ആരോപിക്കുന്നതിലെ ശരിയും ശരികേടും സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. എങ്കിൽ തന്നെയും വേടനിൽ നിന്നും ഒരു പ്രതികരണം അദ്ദേഹത്തിൽ ഉണ്ടാവുന്നതിനായിട്ട് കാത്തിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വരികളെ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലെ പലർക്കും ഈ ഒരു ആരോപണത്തിൽ സംശയം ഉണ്ടാകുന്നുണ്ട്. അത് ഒരിക്കലും പരാതിക്കാരിയെ തള്ളിപ്പറയാനോ കുറ്റം പറയാനോ അല്ല. അതിൻ്റെ സംശയത്തിൻ്റെ കാരണം ഈ സംഘപരിവാരത്തിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേടൻ്റെ വരികളെ ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ ഭയക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരം ഒരു ഗൂഢാലോചന ഈ കാര്യത്തിലുണ്ടോ എന്നൊക്കെ ഉള്ളത് സംശയിക്കുന്നു. തീർച്ചയായും ഈ പരാതിക്കാരിയുടെ ഈ അവസാനത്തെ ഒരു 2-3 മാസത്തെ കോൾ ലിസ്റ്റും അവരുടെ കോണ്ടാക്ട്സും ഒക്കെ ഒന്ന് ഈ അന്വേഷണ വിധേയമായി അന്വേഷണം നടത്തേണ്ടതാണ്. ഏതൊരാൾക്കും ആർക്കെതിരെയും ഇപ്പോൾ ആരോപണം നടത്താൻ കഴിയും എന്നുള്ളൊരവസ്ഥയുണ്ട്. അതിനൊക്കെ ഒരു തിരുത്തൽ ഒരുപക്ഷെ ഇത്തരം അന്വേഷണങ്ങളിലൂടെ സത്യാവസ്ഥ കൊണ്ടുവരുന്നതിൽ നിന്ന് മനസ്സിലാവും. എന്തായാലും വേടൻ്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.